അപ്പോൾ പവർകാസ്റ്റിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീശൽ അങ്ങനെ പഠിക്കാനാണ്. അപ്പോൾ കുറേ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് എങ്ങനെ വീശണം നിങ്ങളെന്ന്. അപ്പോൾ വീശാൻ താല്പര്യമുള്ള നിങ്ങളുടെ ചങ്കുകൾ ഉണ്ടാവില്ല, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാവരെ. അപ്പോൾ എങ്ങനെ വീശണമെന്ന് കാട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിന്ന് വീശൽ ആരെ പഠിപ്പിക്കുക വെച്ചാൽ നമ്മൾ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ വിഷ്ണു ചേട്ടൻ്റെ ആൾക്കാണ് ഞാൻ വീശൽ എങ്ങനെ പഠിപ്പിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ വീശ് വല എടുക്കുമ്പോൾ ഏറ്റവും എല്ലാവരും ഈ വല ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് കയറെടുക്കുക. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ് പിരിയില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കയറ് പിരിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണുചേട്ടൻ. അപ്പോൾ വലയുടെ തലക്കിൽ ഇങ്ങനെ ഒരു കെട്ടുണ്ടാവും. ഈ കെട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വല നമ്മുടെ കയ്യിൽ നിന്ന് ഊരി പോകാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കെട്ട് നമ്മൾ ഇടത്തെ കയ്യിലിടുക. ഇടത്തെ കയ്യിലിട്ട് നമ്മൾ ചുരുട്ട ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇടത്തെ കയ്യിലേക്ക് തന്നെ വെക്കുക. പിന്നെ ഒരു മുഴം കൊണ്ട് എടുക്കുക, പിന്നെ ഒരെണ്ണം കൊണ്ട് എടുക്കുക. പിന്നെ നമ്മുടെ ഇത് ചെറിയ വലയാണ് കേട്ടോ, ഈ ചാറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആക്കിയതാണ്. പിന്നെ ആദ്യം വലയുടെ കുറച്ച് ഭാഗം 3 ഭാഗത്തിൽ ഒരു ചെറിയൊരു ഭാഗം കൈമ ഇവിടെ ഇടുക, അടുത്ത കൈൻ്റെ മുട്ടിലിടുക. അപ്പോൾ അങ്ങനെ ചെയ്തില്ല വിഷ്ണു കേട്ടോ, കുറച്ച് ഭാഗം നമ്മൾ എടുക്കുക, കുറച്ച് വലയുടെ എടുത്തിട്ട് ഈ കൈയിൽ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ട് വരും ഇവിടെ. അതിൽ നമ്മുടെ സൈഡിലുള്ള സ്റ്റെപ്പ് എടുത്തിട്ട് കുറച്ചെടുക്കുക ഇതിൽ. അപ്പോൾ 3 ഈക്വലാവും, ഇവിടെ കുറച്ചുണ്ടാവും, ഇവിടെയും കുറച്ചുണ്ടാവും, കൈമേലും ഉണ്ടാവും. ഇതാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വീശരണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഷേപ്പ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വീശ എങ്ങനെയാ വെച്ചാൽ വരിക, ഇവിടെ ആട്ടാട്ട വീശല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ വീശുന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളടുത്ത് വിഷ്ണുചേട്ടൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. അതിലെടുക്കിയാട്ടാ അവിടെ നിർത്താൻ മതി. അപ്പം പിരിച്ചെടുത്താൽ സാധാരണ കയറെടുക്കുന്ന എടുത്താൽ മതി ചേട്ടാ. അപ്പോൾ കയറ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് കൈമേലിടലാണ്, കൈമിട്. ഇനി ഇത് പിടി. ഇപ്പോൾ വരടൽ കഴിഞ്ഞു, എടുക്കുക, വരണ്ടെടുക്കുക. എടുത്തോ, കുറച്ചെടുക്കും, നേരെ കയ്യിൽ പിടിക്കും. പൊക്കി പിടിക്കും, എന്നിട്ട് പൊക്കി പിടിക്കും. ഇട്ടിട്ട് പൊക്ക. ഇതുണ്ട് 2 സ്റ്റെപ്പ് വരില്ല അതിൽ. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ 2 സ്റ്റെപ്പ് വരും, ഇങ്ങനെ 2 സ്റ്റെപ്പ് വരും. ആ 2 സ്റ്റെപ്പിന് ഈ സ്റ്റെപ്പ് എടുക്കും. അതിങ്ങനെ എടുക്കാണ്ട് ഇവിടെ നിന്ന് കൈ എടുക്കുക, ഇങ്ങനെ എടുക്കുക. അപ്പോൾ എടുക്കണതിന് 3 സ്റ്റെപ്പായിട്ട് വരാം. ഒരു സ്റ്റെപ്പ് ഇവിടെ, ഒരു സ്റ്റെപ്പ് ഇവിടെ, ഒരു സ്റ്റെപ്പ് ഇവിടെ, 3ആയിട്ട് വരും. അതിലൊരു ലേശം കൂടുതലായിട്ട് വെക്കുക നമ്മൾ ഈ കയ്യിൽ തന്നെ വിരിക്കാനായിട്ട്. ഇനി വീശ് നോക്കാം നമുക്ക്. അതായത് വീശുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആട്ട ഇട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് പോയി, എന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു വീട്ടിൽ വിടാം, അങ്ങനെ വീശാൽ മതി. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ കയറ് ചുറ്റി കയ്യിൽ വെച്ചു, പിന്നെ നമ്മൾ ലെയറായിട്ട് വലയെടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ എടുത്തു, ഇത് കുറച്ചെടുത്തു, ഇവിടെ കുറച്ച്, ഇവിടെ ഏറ്റവും ആദ്യം എടുത്തത് നമ്മൾ ഇവിടെ ഇട്ടത്, അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുക ഇവിടെയാണ്. അപ്പം 3 സ്റ്റെപ്പായിട്ട് വരും ഇവിടെ. അതിൽ ഈ കൈ കുറച്ചുകൂടി കയറ്റി പിടിക്കുക, എന്നിട്ട് ഫസ്റ്റ് ആ ടങ്ങടാട്ടിട്ട് പിന്നെ ഇവിടെ നാട്ടിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുമ്പോൾ കൈ വിടുക, ഈ കൈ ഒന്ന് പരത്തി വിട്ടാൽ മതി. അപ്പോൾ വിരിഞ്ഞു പിശുക്കിക്ക്. അല്ല ഇത്രയ്ക്കന്നെയുള്ളോ. അപ്പൊ എല്ലാരും കണ്ടല്ലോ വീശത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ തന്നെ വീശ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വിഷ്ണുട്ടൻ ഒരു ബിഗിനർ അല്ലട്ടാ വീശാനായിട്ട്. ആള് മുന്നേ വീശി നോക്കിയിട്ടുണ്ട്, പക്ഷെ അന്ന് അത്രയ്ക്കാണ്ട് അറിയില്ല. അപ്പോൾ നമ്മളതന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തു വിഷ്ണുട്ടന്. വിഷ്ണുവിന് ഒരു അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ. അടിപൊളി സാധനം, അടിപൊളി കട്ട്ലൈനെയാ, കാണില്ലെന്ന് തോന്നുന്നു ഗൈസ്.
ഇതാണ് കേട്ടോ വിഷ്ണുവിന്. വിഷ്ണു ചിരിച്ചാറാ. അപ്പൊ വിഷ്ണുവിന്റെ ഫസ്റ്റത്തെ വിഷിൽ തന്നെ അധികം കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം വിരിഞ്ഞുണ്ട്. അപ്പൊ നമ്മുടെ അച്ചാച്ചനെ വീശിട്ട് കോലം കിട്ടിട്ടാ. അച്ചാച്ചൻ കണ്ടുപോലും ഇല്ലെന്ന് പറഞ്ഞ നമ്മുടെ നാടൻ അല്ലിഗേറ്റർ കിട്ടാ. കടപ്പല്ലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇതിനെ കോല എന്നാണ് കേട്ടോ പറയാ. കോല സ്പെഷ്യൽ സാധനം. സ്പെഷ്യൽ സാധനം കൂടുതൽ കിട്ടിയിട്ടുള്ള പിന്നെ കുട്ടികളാണ് കേട്ടാ. പിന്നെ ഇത് എന്തോ ഒരു തരം മീൻ കിട്ടിണ്ട്. പരലും മുണ്ടത്തെയൊക്കെ പോലെ ഉണ്ട് കാണുമ്പോ. ഇതെന്താ മീൻ അറിയണവര് കമന്റ് അടിച്ചോളാം. സൈഡിൽ മഞ്ഞ വരൊക്കെ ഉണ്ട് അതിന്. മഞ്ഞ ഓറഞ്ചാ 3D കളർ പോലെ അല്ലേ. ഈശ്വര ബാലൻസ് കിട്ടില്ലല്ലേ. ആ ഓക്കേറാ ഓക്കേറാ. അതടിച്ചോട്ടാ. വാട്ടർ എടുക്കാൻ ഭാഗ്യം വൈകുന്നേരമാണ് എത്തണേ. മറ്റേ സാധനം പിന്നെ കിട്ടിയില്ല. വീട് കട്ടലാട്ടാ. വലിപ്പല്ല, ചെറുതാണ്. ആരും കുഴപ്പമില്ല. കിട്ടു സാധനം അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയത്. നമ്മള് വീശാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വീശിയതാണ്. അപ്പൊ അതിൽ അപ്രതീക്ഷിതമായിട്ട് അടിച്ചതാണ് സാധനം കേട്ടാ. കുഴപ്പമില്ലാത്ത കട്ടലാണ്. കുഞ്ഞനാണ് കുഞ്ഞൻ. കിട്ടിയ നീർക്കോല് മുട്ട ഫിലോപ്പിനെ പിടിച്ചോളന്നിട്ട് ഞങ്ങളെ മുന്നിൽ ഇപ്പൊ തിന്നാൻ പറ്റും. ചാള വീട്ടിൽ കിട്ടിയടാ. ഇതാ തന്നെയാണ് സാധനം. പരലും മുണ്ടത്തും ക്രോസ് ആണ്. അതിലോ ഉണ്ടാവും. ഓവല്ല കഴപ്പുറത്താ. അവനിപ്പോ കണ്ടിട്ട് വീച്ചിട്ട് കിട്ടിയ കട്ടല.
അത് മതി. അത് മതി നമ്മള് കോലാണ്ടോ കഞ്ചാവ് വെച്ചില്ല പള്ളത്തി അയ്യോ പതുക്കിറങ്ങണം മൈതാനത്തിന്റെ അടിപൊളി അലികേട്ടനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നാടൻ അലികേട്ടനെ കിട്ടിയിട്ടുണ്ട്. നാടൻ അലികേട്ടൻ. പല്ല് കണ്ട പല്ല് അലികേട്ടൻ്റെ പോലെ തന്നെ. ചെറിയ കുറച്ച് പൊടികൾ കിട്ടിയിട്ടാ. വീശപ്പോ വല അടിയിൽ ഉടക്കിയില്ല. അപ്പൊ നമ്മൾ ഇറങ്ങി എടുക്കുന്നത്. ചെല്ലം കിട്ടിയോ? അങ്ങനെ ബലം കുത്തി വലിക്കണ്ട കേട്ടോ. മണ്ടത്തരം പറ്റിയ ഫുള്ള് കുത്തിയ. അപ്പൊ നമ്മള് വല നമ്മൾ ഊരിടുന്നുണ്ട്. ഇനി നമ്മള് കയറണം. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാ മുളാമലാണ് കേട്ടാ. ദേവൈ മുളക് കൊണ്ടിടും എടുത്തോണ്ട് പറയും ഈ മുളാമല സാധനം എടുത്തത്. ആ കൊണ്ടിട്ട് നാട്ടുകാർ തല്ലും. അപ്പൊ നമ്മളിന്ന് വീശാൻ പോണത് റോട്ടിലാണ്. ഇവിടെ മൊത്തം റോട്ടില് വെള്ളം കയറിയിട്ട്. അപ്പൊ റോട്ടില് വീശിട്ട് നമ്മള് മീനെ പിടിക്കാൻ പോവാണ് കേട്ടാ. അടാ
കിട്ടിയത് മൊത്തം അച്ചാച്ചനെയാ. പുറത്തേക്ക് പോകണം ഇതിന്റെ ഉള്ളിൽ കൂടെ. പോണത് കൊണ്ടാ. പുറത്തേക്ക് പോകണം. പൊട്ടി മുണ്ടത്തിക്കുടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഊരാനും കിട്ടുന്നുണ്ട്. അത്യാവശ്യം എന്താ കുഞ്ഞെന്ന് തന്നെ അതാ ഇങ്ങനെ കിട്ടിയില്ല പില്. ഏയ് ഇനിയിപ്പോ ഞാനാ ചെയ്ത് പറക്കണം അതൊക്കെ. ഞാൻ എറിയാൻ പോവാ. എറിയാനാ? പക്ഷെ ആണെങ്കിൽ ഒന്നും കൂടി ശരിയാണ്ട് ഇത്തിരി കൂടി. അത് കട്ട് ചെയ്ത് കളഞ്ഞോട്ടാ. ഒറ്റ വിശലിന് അത്ര മീൻ കിട്ടിയെന്ന് കാട്ടിത്തരാം. ഫോണൊക്കെ വെള്ളത്തില് പാത്രം നമുക്ക് മീനുകളെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്. ഒറ്റ വിശലില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ജീവനുള്ള കുറച്ച് പിലോപ്പിയാണ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തിന്റെ കുളത്തിലിടാം. ജീവനുള്ളതൊക്കെ പാർത്തിയമാണ്. ഈ കുഞ്ഞിതായാലും എന്തായാലും പിടിച്ചിട്ടായാല് ജീവനുള്ള പിടിച്ചിടയില് നമുക്ക് വീശി കിട്ടിയിട്ടുള്ള മീനുണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് മൊത്തം ഇത് ഇത്രയ്ക്ക് മീനുകളാണ് കിട്ടാ. പിന്നെ നമ്മളിതിൽ കോലാൻ വേറെ കിട്ടുന്നുണ്ട് നമ്മള്. അപ്പൊ എല്ലാവരും ചാനൽ കയറി കാണാം വീഡിയോസ് എല്ലാതും. അതുപോലെ നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ കട്ട്ള എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടാ. അത്ര വലുതെന്ന് പറയാനൊന്നും പറ്റില്ല, കുഞ്ഞനാണ്. അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ കിട്ടിയ മീനെല്ലാം നമ്മൾ വറക്കിടാണ്. പഴുത്തിട്ടാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ല സബ്സ്ക്രൈബ് ചെയ്യുക.